തൊണ്ണൂറുകളുടെ അവസാന കാലഘട്ടങ്ങളിൽ മലയാളികൾക്ക് ഒരു വ്യത്യസ്തമായ ഫാമിലി ഫൺ എൻ്റർടൈനറായി എത്തിയതാണ് ചതിക്കാത്ത ചന്തു. കോമഡി, റൊമാൻസ്, ഫാമിലി ഇമോഷൻ എല്ലാം മനോഹരമായി മിക്സ് ചെയ്ത ഒരു സിനിമ. ഈ സിനിമയിലെ ഓരോ കഥാപാത്രവും വെറും റോളുകളല്ല, അന്നത്തെ മലയാളി പ്രേക്ഷകരുടെ ഹൗസ് ഹോൾഡ് മെമ്മറീസ് ആയിരുന്നു. ഇപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ കാണാൻ പോകുന്നത് ആ താരങ്ങളുടെ 2004-ലെയും ഇന്നത്തെയും പ്രായമാണ്. അതിനു മുമ്പായിട്ട് ഈ സിനിമ നിങ്ങൾ ആദ്യമായിട്ട് ഏതുപടിയാണ് കണ്ടതെന്ന് തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. അത് തിയേറ്ററിലായിരുന്നോ, അതോ OTT-യിലായിരുന്നോ, അതോ TV-യിലായിരുന്നോ? അന്ന് നിങ്ങളുടെ പ്രായം എത്രയാണെന്ന് കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യമായിട്ടുള്ളത് ഇതിൽ ബിന്ദു പണിക്കരാണ്. ബിന്ദു പണിക്കർ ഈ സിനിമയിൽ ഒരു ക്യാമിയോ റോളാണ് ചെയ്തിരുന്നത്. രേണുക എന്നൊരു ക്യാമിയോ റോളാണ് ചെയ്തിരുന്നത്. അഭിനയിക്കുമ്പോൾ ബിന്ദു പണിക്കരുടെ പ്രായം 36 ഇപ്പോൾ ബിന്ദു പണിക്കരുടെ പ്രായം 58. അടുത്തത് നന്ദനയാണ്. ഈ സിനിമയിൽ വന്ദന എന്നൊരു കഥാപാത്രമായിരുന്നു നന്ദന അഭിനയിച്ചിരുന്നത്. ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ നന്ദനയുടെ പ്രായം 22 ഇപ്പോൾ നന്ദനയുടെ പ്രായം 43. അടുത്തത് മായ വിശ്വനാഥാണ്. വസുമതിയുടെ കൂട്ടുകാരിയായിട്ടായിരുന്നു മായ ഈ സിനിമയിൽ അഭിനയിച്ചിരുന്നത്. ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ മായ വിശ്വനാഥിൻ്റെ പ്രായം 24 ഇപ്പോൾ മായ വിശ്വനാഥിൻ്റെ പ്രായം 45. അടുത്തത് പൂർണിമ ആനന്ദാണ്. ഈ സിനിമയിൽ വസുമതിയുടെ ആൻറ്റി ആയിട്ടായിരുന്നു അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ പൂർണിമ ആനന്ദിൻ്റെ പ്രായം 25 ഇപ്പോൾ പൂർണിമ ആനന്ദിൻ്റെ പ്രായം 47. അടുത്തത് മങ്ക മഹേഷാണ്. ഈ സിനിമയിൽ വസുമതിയുടെ മറ്റൊരു അമ്മായി ആയിട്ടായിരുന്നു ഈ സിനിമയിൽ മങ്ക മഹേഷ് അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ മങ്ക മഹേഷിൻ്റെ പ്രായം 35 ഇപ്പോൾ മങ്ക മഹേഷിൻ്റെ പ്രായം 56. അടുത്തത് പൊന്നമ്മ ബാബുവാണ്. പൊന്നമ്മ ബാബുവും ഈ സിനിമയിൽ വസുമതിയുടെ ആൻറ്റി ആയിട്ടായിരുന്നു അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ പൊന്നമ്മ ബാബുവിൻ്റെ പ്രായം 39 ഇപ്പോൾ പൊന്നമ്മ ബാബുവിൻ്റെ പ്രായം 60. അടുത്തത് ബിന്ദു രാമകൃഷ്ണനാണ്. വസുമതിയുടെ മുത്തശ്ശിയായിട്ടായിരുന്നു ഈ സിനിമയിൽ അഭിനയിച്ചിരുന്നത്. ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ ബിന്ദു രാമകൃഷ്ണൻ്റെ പ്രായം 58 ഇപ്പോൾ ബിന്ദു രാമകൃഷ്ണൻ്റെ പ്രായം 79. അടുത്തത് ക്യാപ്റ്റൻ രാജു ആണ്. കുഞ്ഞച്ചൻ എന്നൊരു പ്രൊഡ്യൂസറായിട്ടായിരുന്നു ഈ സിനിമയിൽ ക്യാപ്റ്റൻ രാജു അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ ക്യാപ്റ്റൻ രാജുവിൻ്റെ പ്രായം 54 2018 68 വയസ്സിൽ ക്യാപ്റ്റൻ രാജു അന്തരിച്ചു. അടുത്തത് മാഫിയ ശശിയാണ്. സ്റ്റീഫൻ എന്നൊരു കഥാപാത്രമായിരുന്നു ഈ സിനിമയിൽ മാഫിയ ശശി അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ മാഫിയ ശശിയുടെ പ്രായം 41 ഇപ്പോൾ മാഫിയ ശശിയുടെ പ്രായം 61. അടുത്തത് രാമു ആണ്. ജഗന്നാഥൻ എന്നൊരു കഥാപാത്രമായിരുന്നു രാമു ഈ സിനിമയിൽ അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ രാമുവിൻ്റെ പ്രായം 48 ഇപ്പോൾ രാമുവിൻ്റെ പ്രായം 69. അടുത്തത് നാരായണൻകുട്ടിയാണ്. നാരായണൻകുട്ടി ഈ സിനിമയിൽ ഭരതൻ എന്നൊരു കണ്ടക്ടറുടെ റോളായിരുന്നു അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ നാരായണൻകുട്ടിയുടെ പ്രായം 38 അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ പ്രായം 59. അടുത്തത് കൊച്ചുപ്രേമനാണ്. ഈ സിനിമയിൽ ബാലൻ എന്നൊരു കഥാപാത്രമായിരുന്നു കൊച്ചുപ്രേമൻ അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ കൊച്ചുപ്രേമൻ്റെ പ്രായം 49 കൊച്ചുപ്രേമൻ 2022 68 വയസ്സിൽ അന്തരിച്ചു. അടുത്തത് മച്ചാൻ വർഗീസാണ്. ഈ സിനിമയിൽ സലീം എന്നൊരു കഥാപാത്രമായിരുന്നു അദ്ദേഹം അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ മച്ചാൻ വർഗീസിൻ്റെ പ്രായം 44 2010 50 വയസ്സിൽ അദ്ദേഹം അന്തരിച്ചു. അടുത്തത് TP മാധവനാണ്. സത്യൻ എന്നൊരു കഥാപാത്രമായിരുന്നു TP മാധവൻ ഈ സിനിമയിൽ അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ TP മാധവൻ്റെ പ്രായം 69 2024 89 വയസ്സിൽ അദ്ദേഹം അന്തരിച്ചു. അടുത്തത് ജഗതി ശ്രീകുമാറാണ്. ഈ സിനിമയിൽ ഒരു കള്ള മന്ത്രവാദിയായിട്ടായിരുന്നു ജഗതി ശ്രീകുമാർ അഭിനയിച്ചിരുന്നത്.
അഭിനയിക്കുമ്പോൾ ജഗതി ശ്രീകുമാറിൻ്റെ പ്രായം 53 ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 74. അപ്പോൾ ഈ സിനിമ നിങ്ങൾ അവസാനം കണ്ട തീയതി എന്നാണെന്ന് ഓർമ്മയുണ്ട് തീർച്ചയായിട്ടും അതൊന്ന് കമൻറ്റ് ചെയ്യുക. കൂടാതെ തന്നെ അത് നിങ്ങൾ ടി വിയിലാണോ കണ്ടത് അതോ OTTയിലാണോ കണ്ടത്? കൂടാതെ തന്നെ ഈ സിനിമ 4Kയിൽ റിലീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ തിയേറ്ററിൽ പോയി കാണുമോ ഇല്ലയോ എന്നുള്ള കാര്യം തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കഥാപാത്രം ഏതാണെന്നൊന്ന് കമൻറ്റ് ചെയ്യുക. അത് ചന്തു ആയിരുന്നോ, വസുമതി ആയിരുന്നോ, അതോ ഇന്ദിരയായിരുന്നോ, അതോ കിച്ചു ആയിരുന്നോ, അതോ വിക്രമായിരുന്നു? തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. കൂടാതെ തന്നെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കോമഡി സീൻ ഏതാണെന്ന് കമൻറ്റ് ചെയ്യാൻ ഒന്ന് മറക്കാതെ ഇരിക്കുക. അടുത്തത് ഇന്ദ്രൻസ് ആണ്. ഇന്ദ്രൻസ് ഈ സിനിമയിൽ പപ്പൻ എന്നൊരു കഥാപാത്രമായിരുന്നു അഭിനയിച്ചിരുന്നത്. ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഇന്ദ്രൻസിൻ്റെ പ്രായം 48. ഇന്ദ്രൻസിൻ്റെ ഇപ്പോഴത്തെ പ്രായം 69. അടുത്തത് കൃഷ്ണകുമാറാണ്. കൃഷ്ണകുമാർ ഈ സിനിമയിൽ അരവിന്ദൻ എന്നൊരു കഥാപാത്രമായിരുന്നു അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ കൃഷ്ണകുമാറിൻ്റെ പ്രായം 38. ഇപ്പോൾ കൃഷ്ണകുമാറിൻ്റെ പ്രായം 59. അടുത്തത് കുളപ്പുള്ളി ലീലയാണ്. കുളപ്പുള്ളി ലീല ഈ സിനിമയിൽ ചന്തുവിൻ്റെ അമ്മയായിട്ടായിരുന്നു അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ കുളപ്പുള്ളി ലീലയുടെ പ്രായം 50. ഇപ്പോൾ കുളപ്പുള്ളി ലീലയുടെ പ്രായം 71. അടുത്തത് ജനാർദ്ദനനാണ്. ഈ സിനിമയിൽ തമ്പുരാനായിട്ടായിരുന്നു ജനാർദ്ദനൻ അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ ജനാർദ്ദനൻ്റെ പ്രായം 59. ഇപ്പോൾ ജനാർദ്ദനൻ്റെ പ്രായം 79. അടുത്തത് സിദ്ദിഖാണ്. സിദ്ദിഖ് ഈ സിനിമയിൽ രാമു എന്നൊരു കഥാപാത്രമായിരുന്നു അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ സിദ്ദിഖിൻ്റെ പ്രായം 41. ഇപ്പോൾ സിദ്ദിഖിൻ്റെ പ്രായം 62. അടുത്തത് മധു ആണ്. മഹേന്ദ്രൻ എന്നൊരു കഥാപാത്രമായിരുന്നു ഈ സിനിമയിൽ മധു അഭിനയിച്ചിരുന്നത്. വസുമതിയുടെ മുത്തച്ഛനായിട്ടായിരുന്നു അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ മധുവിൻ്റെ പ്രായം 70. ഇപ്പോൾ മധുവിൻ്റെ പ്രായം 91. അടുത്തത് കൊച്ചിൻ ഹനീഫയാണ്. കരീം എന്നൊരു കഥാപാത്രമായിരുന്നു ഈ സിനിമയിൽ കൊച്ചിൻ ഹനീഫ അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ കൊച്ചിൻ ഹനീഫയുടെ പ്രായം 52. 2010 58 വയസ്സിൽ കൊച്ചിൻ ഹനീഫ അന്തരിച്ചു. അടുത്തത് വിനായകനാണ്. വിനായകൻ ഈ സിനിമയിൽ റോമിയോ എന്നൊരു കഥാപാത്രമായിരുന്നു അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ വിനായകൻ്റെ പ്രായം 22. ഇപ്പോൾ വിനായകൻ്റെ പ്രായം 43. അടുത്തത് സലീം കുമാർ ആണ്. സലീം കുമാർ ഈ സിനിമയിൽ വിക്രം ഏലിയാസ്, മൈക്കിൾ ഏലിയാസ്, ജാക്സൺ ഏലിയാസ് എന്നൊരു കഥാപാത്രമായിരുന്നു അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ സലീം കുമാറിൻ്റെ പ്രായം 35. അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ പ്രായം 56. അടുത്തത് ലാലാണ്. ഹരികൃഷ്ണൻ എന്നൊരു ഡയറക്ടറായിട്ടായിരുന്നു ഈ സിനിമയിൽ ലാല് അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ ലാലിൻ്റെ പ്രായം 44. ഇപ്പോൾ ലാലിൻ്റെ പ്രായം 65. അടുത്തത് വിനീതാണ്. വിനീത് ഈ സിനിമയിൽ കിച്ചു എന്നൊരു കഥാപാത്രമായിരുന്നു അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ വിനീതിൻ്റെ പ്രായം 33. ഇപ്പോൾ വിനീതിൻ്റെ പ്രായം 56. അടുത്തത് ഭാവനയാണ്. ഭാവന ഈ സിനിമയിൽ ഇന്ദിര എന്നൊരു കഥാപാത്രമായിരുന്നു അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ ഭാവനയുടെ പ്രായം 18. ഇപ്പോൾ ഭാവനയുടെ പ്രായം 39. അടുത്തത് നവ്യ നായരാണ്. നവ്യ നായർ ഈ സിനിമയിൽ വസുമതി എന്നും സുമ എന്നും 2 കഥാപാത്രങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ വസുമതിയായി അഭിനയിച്ച നവ്യ നായരുടെ പ്രായം 19. ഇപ്പോൾ നവ്യ നായരുടെ പ്രായം 40. അടുത്തത് ജയസൂര്യയാണ്. ചന്തു എന്നൊരു കഥാപാത്രമായിരുന്നു ജയസൂര്യ ഈ സിനിമയിൽ അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ ജയസൂര്യയുടെ പ്രായം 26. ഇപ്പോൾ ജയസൂര്യയുടെ പ്രായം 47.
അപ്പോൾ ഇതൊക്കെയാണ് ഈ സിനിമയിൽ അഭിനയിച്ച താരങ്ങളുടെ അന്നത്തെയും ഇന്നത്തെയും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത്. ഈ സിനിമയിൽ നിങ്ങൾക്ക് ഇന്നും ഓർമ്മയിൽ നിൽക്കുന്ന സീൻ ഏതാണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുക. അത് ചന്തുവും വിനായകനും തമ്മിലുള്ള കോമഡി ആയിരുന്നോ, അതോ ഇന്ദിരയും ചന്തുവും തമ്മിലുള്ള സീനുകളായിരുന്നു, അതോ ആ ലെറ്ററുകളിലുണ്ടായിരുന്ന ട്വിസ്റ്റായിരുന്നോ, അതോ ആ കള്ളമന്ത്രവാദികളുടെ ആ സീനും കാര്യങ്ങളൊക്കെ ആയിരുന്നു? ഇന്നത്തെ ജനറേഷന് നിങ്ങൾ ഈ സിനിമ കാണാൻ റെക്കമെൻഡ് ചെയ്യുമോ? തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടി തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യണമെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.